ഓരോന്നും പരതിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഡയറി കിട്ടിയത്. അതും വെറും ഒരു ഡയറി അല്ല, ഒരു 10-20 വർഷം പഴക്കമുള്ള ഒരു ഡയറി. ഒരു പഴയ ലവ് സ്റ്റോറി പ്രതീക്ഷിച്ച് തുറന്നു നോക്കിയതായിരുന്നു. പക്ഷെ അതിലാണേ ഫുള്ളും കുക്കിംഗ് റെസിപ്പീസ്. ഈ യൂട്യൂബ് കണ്ട് കുക്കിംഗ് പഠിക്കണ എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരു കൗതുകമായിരുന്നു. ഇപ്പോഴല്ലേ ഈ യൂട്യൂബൊക്കെ വന്നത്. എൻ്റെ അമ്മയൊക്കെ കുക്കിംഗ് പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അമ്മേൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തതും പിന്നെ ടി വിയിൽ വരുന്ന റെസിപ്പീസൊക്കെയാണ് അമ്മ അതുപോലെ ഈ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ ഒരു കൈ നോക്കിയാലോ വെച്ച് ഞാനും കളത്തിലോട്ട് ഇറങ്ങി. ഈ ബുക്കിലേക്ക് വെച്ചിട്ട് ഏറ്റവും എളുപ്പമുള്ളത് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. ഇതിന് ഉണ്ടാക്കി വരുമ്പോൾ വെജിറ്റബിൾ ബിരിയാണി ആവുമെന്ന് കണ്ടറിയണം. അങ്ങനെ എല്ലാ കാരണവന്മാരും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുക്കർ വെച്ച് പണി തുടങ്ങി. ഒരു വരി പോലും തെറ്റിക്കാതെ അതിലുള്ളത് പോലെ തന്നെയായിരുന്നു എൻ്റെ പരിശ്രമം. എൻ്റെ ആദ്യത്തെ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഫ്ലോപ്പ് ആവും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ലായിരുന്നു. പക്ഷെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ബാക്കിയുള്ളവരുടെ മുന്നിൽ. ഇത് ഉണ്ടാക്കുമ്പോൾ മൊത്തം എൻ്റെ മനസ്സിലുള്ള ടെൻഷൻ ഇത് മൊത്തം ആരെക്കൊണ്ട് കഴിപ്പിക്കുമെന്നായിരുന്നു. എനിക്കൊരു അനിയത്തിയുള്ള കാര്യം ഓർത്തത്. അതുകൊണ്ട് ആ കാര്യത്തിൽ തീരുമാനമായി. ഇതിൽ പറയുന്നത് പോലെ തന്നെ എല്ലാം ചെയ്ത് ആവശ്യമുള്ള പൊടികളെല്ലാം ഇട്ട് കുക്കർ അടയ്ക്കണത് വരെ വളരെ കറക്റ്റായിരുന്നു. പിന്നെ അങ്ങോട്ട് എന്താ പറ്റിയെന്നറിയില്ല. വല്ലാത്തൊരു കാത്തിരിപ്പായിരുന്നു കുക്കറിന് വിസിൽ വരാൻ. ഇതെന്റെ പ്രശ്നമാവില്ല, കുക്കറിന്റെ പ്രശ്നമാവെന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയം കൊണ്ട് മറന്നുപോയ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത്. എന്നിട്ടും വിസിൽ വന്നില്ല. എന്നാൽ പിന്നെ ബാക്കി പാത്രങ്ങളും കൂടെ കഴുകി വെക്കാന്ന് വിചാരിച്ച് ആകെ ഒരു വിസിൽ വരേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ കുക്കർ ഓഫ് ആക്കാൻ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു വിസിൽ വന്നത്. ചെറുതായിട്ടൊന്ന് അടി പിടിച്ചത് എന്റെ പ്രശ്നമല്ല, കുക്കറിന്റെ പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ച് സമാധാനിച്ചുകൊണ്ട് ഞാൻ ആ ബിരിയാണി എടുത്ത് കഴിച്ച്. എന്തായാലും അമ്മ ഉണ്ടാക്കണ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.